തിരൂരിന്റെ അഭിമാനമായ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഇടത് ഭരണകാലത്തെ അവസ്ഥ എന്തായിരുന്നു? കാൽനടയ്ക്ക് പോലും തുറന്നുകൊടുക്കാതെ കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചവർ ഇന്ന് പുതിയ കള്ളവുമായി ഇറങ്ങുമ്പോൾ നാം മിണ്ടാതിരിക്കണോ? ഇതൊന്ന് നന്നായി കിട്ടിയിട്ട് നല്ലൊരു ഗ്രൗണ്ട് കണ്ട് അതിലൊന്ന് കളിച്ചിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. അത് എന്നാണ് സാധിക്കാന്ന് എനിക്കറിയില്ല. തിരൂരുകാരനായ സ്പോർട്സ് മന്ത്രി സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിലിന്റെ പേരിലേക്ക് തീരെഴുതാൻ ശ്രമിച്ചപ്പോൾ നാം പ്രതിരോധം തീർത്തത് മറന്നുപോയോ? 15 ദിവസങ്ങൾക്ക് മുമ്പേ സ്പോർട്സ് കൗൺസിലിനെ അറിയിച്ച് സ്പോർട്സ് കൗൺസിലിന്റെ ആ ഒരു ഷെഡ്യൂൾ കിട്ടിയതിന് ശേഷം മാത്രം ഒരു പരിപാടി നടത്തുന്ന ഒരു സ്റ്റേഡിയം ആണോ വേണ്ടത്? അതോ സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം ആണോ വേണ്ടത് എന്ന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആലോചിച്ച് നല്ലൊരു മറുപടി നഗരസഭയ്ക്ക് തരണം. ഇന്നിതാ നഗരസഭ 3.7 കോടി രൂപ വകയിരുത്തി നവീകരണ പ്രവൃത്തികൾ മുന്നോട്ടു പോകുന്നു. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക.